നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 4 മാസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദക്ഷിണ ഇന്ത്യ എന്ന് പറയുന്ന മേഖലയിലുള്ള സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ കോൺഗ്രസ്സിന് മത്സരിച്ചാൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി ഒരു കൃത്യമായ മെഷീനറി കോൺഗ്രസ്സിനുള്ളിൽ ഉരുത്തിരിയണം എന്നുള്ളത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്ക് പോകും. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ മാറ്റി എഴുതാൻ വലിയ രീതിയിൽ വെമ്പൽ കൊള്ളുന്നവരാണ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന ഓർമ്മ വേണം എന്നുള്ളതാണ് കോൺഗ്രസ്സിനെ കൃത്യമായി പ്രഷറൈസ് ചെയ്തുകൊണ്ട് പല കോണുകളിൽ നിന്നും അഭ്യർത്ഥന വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേവലം ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ കെൽപ്പുള്ളൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മാർഗത്തെ സംരക്ഷിച്ചു പിടിക്കേണ്ട പാർട്ടിയോ മാത്രമല്ല. കോൺഗ്രസ്സിന് നിർണായകമായ നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ പോകുമ്പോഴാണ്, ആ ഉത്തരവാദിത്തത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ പോകുമ്പോഴാണ് കോൺഗ്രസ്സിനോട് ജനങ്ങൾക്ക് എപ്പോഴും വിരോധം തോന്നുന്നത്. അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നവരാണ് ഏറിയ പങ്കും. അദ്ദേഹത്തിൻ്റെ ജോഡോ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് കിട്ടിയത്. പിന്നെ എന്തുകൊണ്ട് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡുമൊക്കെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉത്തരം സംഘടനാ ബലം ഇല്ല എന്നുള്ളതാണ്. ഒരു സംഘടനാ നേതാവ് രാഷ്ട്രീയപരമായി എങ്ങനെയൊക്കെ അവിടെ സംഘടനയെ ചലിപ്പിക്കണം, വെറുതെ ഒരു ഊഹാപോഹം വെച്ചുള്ള സർവേ ഫലങ്ങളും അല്ലെങ്കിൽ ഇത്തവണ ഞങ്ങളുടെ ഊഴമാണ് എന്നുള്ള രീതിയും ഒന്നും ചിലവാവുകയില്ല. രേവന്ത് റെഡ്ഡി എന്തുകൊണ്ടാണ് കൃത്യമായും ഈ പറയുന്ന തെലങ്കാന എന്ന സംസ്ഥാനം പിടിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം DK എങ്ങനെയാണോ കർണാടകയിൽ കൃത്യമായൊരു മെഷീനറി സംവിധാനത്തിലൂടെ അവിടെ കോൺഗ്രസ്സിനെ ചലിപ്പിച്ചത്, അതേ യന്ത്രം, അതേ രീതിയിലുള്ള മെക്കാനിസം ആ പറയുന്ന സംസ്ഥാനത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ രേവന്ത് റെഡ്ഡിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് പക്ഷേ കഴിയാത്ത 3 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ BJP അവരുടെ മുഖ്യമന്ത്രിമാർ പ്രഖ്യാപിച്ചു. അട്ടിമറിക്ക് പൊതുവെ കോൺഗ്രസ് നിൽക്കാറില്ല, നിന്നുകൊടുക്കാറില്ല. BJPയെ പോലെ തരം താഴുന്ന രാഷ്ട്രീയം കളിക്കാറുമില്ല. കോൺഗ്രസ്സിന് കിട്ടാത്ത സംഭവത്തിൽ അത് പിടിച്ചെടുക്കാൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പരിപാടി പണ്ടേ അവർക്ക് അറിയില്ല, അവർ ചെയ്യാറുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ആ കാര്യത്തിൽ BJPക്ക് ഒരു രീതിയിലും ഭയപ്പാട് തോന്നേണ്ട കാര്യവുമില്ല. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തീഗോളമായി അതിശക്തമായി ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നവരോട് മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ കേന്ദ്ര നേതൃത്വം, പ്രവർത്തക സമിതി അംഗങ്ങൾ എടുക്കരുത് എന്ന അപേക്ഷയാണ് ഇപ്പോൾ ഓരോ പ്രവർത്തകർക്കും ഉള്ളത്.